വീഡിയോയുമായിട്ടാണ്. എനിക്കറിയാം ചിക്കൻ കറി എല്ലാവരും ഉണ്ടാക്കുന്നതാണെന്ന്. ഇത് പക്ഷെ ഒരു വ്യത്യസ്ത രുചിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, ഒരു സ്പെഷ്യൽ മസാല യൂസ് ചെയ്തിട്ട്. അപ്പൊ ഇത് ചപ്പാത്തിയുടെ കൂടെയും റൊട്ടിയുടെ കൂടെ നാനിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കോമ്പിനേഷനാണ്. പിന്നെ എൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ കസ്റ്റർഡ് ഫ്രൂട്ട് സലാഡ് എല്ലാവർക്കും ഇഷ്ടമായി, നല്ല ഫീഡ്ബാക്ക് കിട്ടി, ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു 700 ഗ്രാം ചിക്കൻ ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ കറിക്കുള്ള ഒരു മസാല റെഡിയാക്കാം. അപ്പോൾ ഈ മിക്സിയുടെ ചെറിയ ഗ്രൈൻഡറിലേക്ക് ഞാനൊരു 5 അല്ലി വെളുത്തുള്ളിയും 4 പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ ഒരല്പം മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പുതിനയില ഇഷ്ടമല്ലാത്തവർക്ക് അത് ഒഴിവാക്കാം, പക്ഷെ അതും കൂടെ ചേർത്താലാണ് കുറച്ചും കൂടെ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത്. ഇനി ഇതൊന്ന് നന്നായി ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് നമുക്കൊരു പേസ്റ്റ് ആക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ കറിക്കുള്ള മസാല. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് കടായി വയ്ക്കുക. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ 4 മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ വളരെ ചെറുതായി അരിഞ്ഞ സവാളയാണ്, കാരണം നമുക്കിത് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റേണ്ടതുണ്ട്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്കിത് പെട്ടെന്ന് നല്ല ബ്രൗൺ കളറായി കിട്ടും. ഇപ്പോൾ ഇത് ഏകദേശം ബ്രൗൺ കളറായി വരുന്നുണ്ട്, കുറച്ചും കൂടെ ആകാനുണ്ട്. ഇതിപ്പോൾ നല്ല ബ്രൗൺ കളറായി. ഇനി ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഗ്രൈൻഡ് ചെയ്ത് വെച്ച മസാല ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു റോ സ്മെല്ലൊന്ന് മാറണം. അപ്പോൾ ഇത് ഇങ്ങനെ വഴന്ന് കിട്ടുന്നുണ്ട്, റോ സ്മെല്ലൊക്കെ മാറി വരുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ഫ്ലേവറാണ്, നല്ലൊരു സ്മെല്ലാണ്. ഇതാണ് നമ്മുടെ ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തരുന്നത്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു, 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കാം. ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ പെപ്പറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ പെപ്പർ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എരിവിന് പച്ചമുളകും കൂടെ അരച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ മസാല. ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റണം. ഇതിൻ്റെ ഈ മസാലയുടെ റോ സ്മെല്ലൊന്ന്, പച്ച സ്മെല്ലൊന്ന് മാറി കിട്ടണം. ഈ സമയത്ത് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി നല്ല പഴുത്ത തക്കാളി വേണം ചേർക്കാൻ. ഞാനിവിടെ 3 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, മീഡിയം സൈസ് തക്കാളി. കാരണം നമുക്കിതിനൊരു പുളിപ്പ് രസം കിട്ടണം. അപ്പോൾ അതിനായിട്ട് നല്ല തക്കാളി ചേർത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വഴന്ന് കിട്ടും. ഇനി നമുക്കിതൊന്ന് എടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കണ്ടോ, നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്, നല്ലൊരു സ്മൂത്ത് ഗ്രേവി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിടാം. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റ് മസാല. ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ആ ചിക്കനും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം, ഇതിൻ്റെ മസാല എല്ലാ സ്ഥലത്തും പിടിക്കുന്നത് പോലെ. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ കറി ഇതൊരു ഗ്രേവി ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കേണ്ടതുണ്ട്, ഇത് ഡ്രൈ അല്ല. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഈ ചിക്കനിലുള്ള വെള്ളം കൂടെ ഇതിലേക്ക് തന്നെ വരും. അപ്പോൾ കുറച്ചും കൂടെ ലൂസായി കിട്ടും. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞാനിതൊന്ന് അടപ്പെടുത്ത് നോക്കുന്നുണ്ട്. ഈ
ഈ സമയത്ത് വേണമെങ്കിൽ നമുക്കിതിൻ്റെ ടേസ്റ്റ്, ഉപ്പ് എല്ലാം നോക്കാവുന്നതാണ്. ഇപ്പോൾ ഗ്രേവിയൊക്കെ നല്ല കറക്റ്റ് ആയിട്ടുണ്ട്. ഗ്രേവി കൂടുതൽ ആവശ്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം, പക്ഷേ ഇത് നല്ല തിക്കായിട്ടുണ്ട്. ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും റൊട്ടിയുടെ കൂടെ, നാനിൻ്റെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ പ്ലീസ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്കും കമൻറ്റും ഒക്കെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.